ഹായ് ഡിയേഴ്സ്, അപ്പോൾ ഇനി ഞാൻ വന്നിരിക്കുന്ന നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്ന കുട്ടികളുടെ ഏറ്റവും പ്രിയപ്പെട്ട സ്വീറ്റ് ആയിട്ടുള്ള മാഷ്മെലോസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല സോഫ്റ്റ് സ്പോഞ്ചി ടെക്സ്ചറിൽ സൂപ്പർ മാർക്കറ്റിലൊക്കെ പാക്കറ്റ്സിൽ വാങ്ങിക്കാൻ കിട്ടുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്വീറ്റാണ് മാഷ്മെലോ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ശരിക്കും നമുക്ക് വളരെ സിമ്പിളായിട്ട് 3 ചേരുവകൾ കൊണ്ട് വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഈ ഒരു റെസിപ്പിയിൽ പറയുന്ന ഓരോ സ്റ്റെപ്പും ഓരോ മെഷർമെൻറ്റ്സും കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ട് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോഴാണ് നമുക്ക് പെർഫെക്റ്റ് ടെക്സ്ചറിൽ ഇത് റെഡിയാക്കി എടുക്കാൻ കഴിയുക. അപ്പോൾ ഇത് ചെയ്തെടുക്കുന്നതിൽ ഇത് പ്രധാന ചേരുവ എന്ന് പറയുന്നത് ജലാറ്റിനാണ്. ജലാറ്റിന് പകരം നമ്മൾ ചൈന ഗ്രാസ്, അഗർ അഗർ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തെടുക്കാതെ ജലാറ്റിൻ പാക്ക് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഞാനിപ്പോൾ ഡേവിസിൻ്റെ ജലാറ്റിൻ എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡാണ് എടുത്തിട്ടുള്ളത്. ഇത് വാങ്ങിക്കുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇത് ക്ലിയർ ആൻഡ് അൺഫ്ലേവേർഡ് ആയിരിക്കണം. ഫ്ലേവേർഡ് ആയിട്ടുള്ള ജലാറ്റിൻ വാങ്ങിക്കരുത്. ഇതിപ്പോൾ 125 ഗ്രാമിൻ്റെ ഒരു പാക്കാണ് കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് ഞാൻ ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇത് സിംഗിൾ പാക്കായിട്ട് വരുന്നതുകൊണ്ട് 30 ഗ്രാമിൻ്റെ ഒക്കെ പാക്കായിട്ട് വരുന്നുണ്ടെങ്കിൽ അത് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. ഇതിപ്പോൾ കംപ്ലീറ്റ് 125 ഗ്രാം ആയിട്ടുള്ള ഒരു വലിയ പാക്കാണ്. അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം നല്ല ടൈറ്റായിട്ട് ഇതുപോലെ സീൽ ചെയ്തിട്ട് വേണം നമ്മൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. ജലറ്റിൻ എപ്പോഴും നല്ല രീതിയിൽ കവർ ചെയ്തിട്ട് വേണം സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനുശേഷം ഞാനിപ്പോൾ ഇതിനകത്ത് നിന്ന് നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഒരു ബൗളിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് 30 ഗ്രാം ജലാറ്റിനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ 30 ഗ്രാമിൻ്റെ പാക്കായിട്ട് വരുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് നിങ്ങൾക്ക് അത് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ മെഷർമെൻറ്റിൻ്റെ ആ ഒരു പ്രശ്നം വരുന്നില്ല. അതല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കപ്പ് ഉണ്ടെങ്കിൽ, മെഷർമെൻറ്റ് കപ്പ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ 240 ml കപ്പാണ് എൻ്റെ കയ്യിലുള്ളത്. അതിനകത്തുള്ള ടേബിൾ സ്പൂണിൽ ഞാൻ 3 ടേബിൾ സ്പൂൺ പ്ലസ് ഒരു 1/4 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. 3 ടേബിൾ സ്പൂൺ പ്ലസ് 1/4 ടീസ്പൂൺ എന്ന് പറയുന്നത് 30 ഗ്രാം ജലാറ്റിനാണ് കേട്ടോ. അപ്പോൾ ഇത്ര എടുത്തതിന് ശേഷം ഇതിനകത്തോട്ടേക്ക് നമുക്ക് നല്ല ചൂടുള്ള വെള്ളം, നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാം. 120 ml വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിൻ്റെ കപ്പ് മെഷർമെൻറ്റ് പറയുകയാണെങ്കിൽ 2/3 കപ്പ് മെഷർമെൻറ്റിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ അളവുകളൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ ചൂടുവെള്ളം ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇത് പെട്ടെന്ന് തന്നെ മെൽറ്റായിട്ട് വരാൻ തുടങ്ങും. എന്നാൽ കൂടി നമ്മളിതൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഇതിലോട്ടേക്ക് നമുക്കൊരു ഫ്ലോർ ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഒരു അരിപ്പയിലോട്ടേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പൊടിച്ച പഞ്ചസാര പൊടിച്ചതിന് ശേഷമുള്ള അളവാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതിലോട്ടേക്ക് ഒരു 1/4 കപ്പ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുക. കോൺഫ്ലോറിന് പകരം ഒരിക്കലും മൈദ ഉപയോഗിക്കരുത്. കോൺഫ്ലോർ വെച്ചിട്ട് തന്നെ ഈ റെസിപ്പി ചെയ്യാൻ വേണ്ടി നോക്കുക. എന്നിട്ട് നല്ലതുപോലെ അരിച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കുക. നന്നായി അരിച്ചെടുത്തിട്ട് ഒരു ബൗളിനകത്തോട്ടേക്ക് ചേർത്തിട്ടുണ്ട്. ഫ്ലോർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഈ ഒരു ട്രേ ഒന്ന് സെറ്റ് ചെയ്യണം. ഒന്നുകിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഏതെങ്കിലും നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു മോൾഡ് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ സിലിക്കോൺ മോൾഡായിട്ട് കയ്യിലുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ സാധാരണ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബൗളാണ്, സ്ക്വയർ ടൈപ്പ് ആയിട്ടുള്ളതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ 2 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്താൽ മതി. അതിനുശേഷം ജസ്റ്റ് ഓയിൽ, വെജിറ്റബിൾ ഓയിൽ വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. താഴെ ഭാഗത്തും സൈഡിലൊക്കെ വരുന്ന രീതിയിൽ ചെറുതായിട്ടൊരു കോട്ടിങ് കൊടുത്താൽ മതി. ഇതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയോ ഒലീവ് ഓയിലോ മറ്റു മണമുള്ള അങ്ങനെയുള്ള എന്തെങ്കിലും ഓയിൽ യൂസ് ചെയ്യരുത്. ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. നന്നായി കോട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പൊടിച്ച പഞ്ചസാരയും കോൺഫ്ലോറും കൂടിയുള്ള മിക്സ് ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ട് എല്ലാ സൈഡിലും വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് തട്ടി കൊടുത്തിട്ട് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. നമ്മുടെ മാഷ്മെലോസ് പെട്ടെന്ന് സെപ്പറേറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ കോട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് നല്ലതുപോലെ നമ്മുടെ ട്രേ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത് അങ്ങോട്ടൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ജലാറ്റിനും ചൂടുവെള്ളം കൂടിയുള്ള ഒരു മിക്സ് നന്നായി കുതിർന്ന് നന്നായി റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്കുള്ള ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു സോസ് പാൻ വെച്ചിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല. ഇനി ഇതിലോട്ടേക്ക് പഞ്ചസാരയാണ് ചേർക്കേണ്ടത്. 1/4 കപ്പ് പഞ്ചസാര, പൊടിച്ചതല്ല പൊടിക്കാത്ത പഞ്ചസാര 1/4 കപ്പാണ് ചേർക്കുന്നത്. 1 കപ്പ് എന്ന് പറയുന്നത് 240 ml കപ്പാണ്. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിനകത്തോട്ടേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2/3 കപ്പ് 120 ml വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ അളവുകളൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി ഫ്ലെയിം ഓൺ ചെയ്യുക. ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ജസ്റ്റ് ഇടയ്ക്ക് മാത്രം ഒന്ന് ഇളക്കി കൊടുക്കുക. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇനി ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്, ഇത് കയ്യിൽ നമ്മൾ തവി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് തൊട്ട് നോക്കണം. കൈ വെച്ചിട്ട് കയ്യിൽ തൊടുന്ന സമയത്ത് നല്ല ഒട്ടിപ്പിടിക്കുന്ന, ഒറ്റനൂൽ പാകമല്ല, ഒറ്റനൂൽ പാകത്തിനേക്കാളും കൂടുതൽ തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് തൊട്ട് നോക്കുമ്പോൾ കണ്ടില്ലേ, ജസ്റ്റ് ഒന്ന് ഒട്ടിപ്പിടിക്കുന്ന പാകമായിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നമുക്ക് റെഡിയാക്കി എടുത്താൽ പോരാ, ഇതിനേക്കാളും കൂടുതൽ തിക്കായിട്ട് വരണം. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ ചെയ്തെടുക്കുക. ഒത്തിരി ഹൈ ഫ്ലെയിമിലിട്ടിട്ടും ചെയ്യരുത്, ലോ ഫ്ലെയിമിലിട്ടിട്ടും ചെയ്യരുത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഒരിത്തിരി സമയം കൂടി, ഒരു 5-6 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് തന്നെ
റെഡിയായി കിട്ടും. അപ്പോൾ ഒന്നുകൂടി നമുക്ക് കൈ വെച്ചിട്ടൊന്ന് ടച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് ഒട്ടിപ്പിടിക്കുന്ന പാകമായിട്ടുണ്ട്, റെഡി ആയിട്ടില്ല. ഒരു ഇത്തിരി സമയം കൂടി വീണ്ടും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക, ഇത് കണ്ടില്ലേ, കയ്യിൽ തൊടുമ്പോൾ ഇതുപോലെ വലിഞ്ഞ് പോകുന്ന ഈ ഒരു രീതിയിൽ വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണിത്. അപ്പോൾ കയ്യിൽ നല്ല രീതിയിൽ ഒട്ടിപ്പിടിക്കുന്ന ഒരു പാകത്തിൽ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഇതിനകത്തോട്ടേക്ക് ജെലാറ്റിൻ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇടാൻ വേണ്ടിയിട്ട് നോക്കുക. ഹൈ ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിൽ അല്ലാതെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ജെലാറ്റിൻ മിക്സ് ചേർത്ത് കഴിഞ്ഞാൽ 1-2 മിനിറ്റ് മാത്രം ഇളക്കി കൊടുത്തിട്ട് തവി വെച്ചിട്ട് ജസ്റ്റ് നമ്മളൊന്ന് ഒഴിച്ച് നോക്കുക. അപ്പോൾ ഇങ്ങനെ നൂല് വീഴുന്നത് പോലെ, ത്രെഡ് പോലെ ഉണ്ടാവുക നമ്മൾ ഒഴിക്കുന്ന സമയത്ത്. അപ്പോൾ ആ 2 മിനിറ്റ് കണ്ടില്ലേ, ജസ്റ്റ് ഒഴിക്കുന്ന സമയത്ത് ത്രെഡ് പോലെ വീഴാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ, ശരിക്കും മനസ്സിലാവും. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുള്ളത് 2 മിനിറ്റിൽ കൂടുതൽ നമ്മൾ പിന്നെ കുക്ക് ചെയ്യരുത്. ഇനി നമ്മളിതൊരു ഗ്ലാസിൻ്റെ ബൗളിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ്. ഇത് ചൂടോടുകൂടി തന്നെയാണ് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുന്നത്. ഒരു 1-2 മിനിറ്റ് ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. ഒഴിച്ച് കഴിഞ്ഞിട്ട് ഒരു 1-2 മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ട് പിന്നെ ബീറ്റ് ചെയ്യുക. ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ട് തന്നെ ഈ ഒരു റെസിപ്പി ചെയ്യണം. നമ്മുടെ വിസ്ക് വെച്ചിട്ടൊന്നും ഈ ഒരു റെസിപ്പി നമുക്ക് ചെയ്തെടുക്കാൻ കഴിയില്ല കേട്ടോ. ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കുക. കാരണം വിസ്ക് വെച്ച് ചെയ്യുന്നതാണെങ്കിൽ മാക്സിമം ഞാൻ ആ ഒരു റെസിപ്പി അതേ രീതിയിൽ തന്നെ എപ്പോഴും കാണിക്കാറുണ്ട്. പക്ഷേ ഈ ഒരു റെസിപ്പി പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ആ പുറത്തുനിന്നുള്ള ടെക്സ്ചറൊക്കെ കിട്ടണമെങ്കിൽ ഇലക്ട്രിക് ബീറ്റർ മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു 5 മിനിറ്റൊക്കെ ഇത് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട് എടുക്കുള്ളൂ. 5-6 മിനിറ്റാണ് മാക്സിമം. അപ്പോൾ ഇത് നമ്മൾ ഒരിക്കലും ഓവർ ബീറ്റ് ചെയ്യരുത്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ബീറ്റ് ചെയ്യുമ്പോൾ ആദ്യം ഒരു പതഞ്ഞ് വരും, പിന്നെ കുറച്ചുകൂടി ഒരു ക്രീമി ടെക്സ്ചറിലോട്ടേക്ക് മാറി. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നത് ഒന്ന് പതഞ്ഞ് കുറച്ച് വൈറ്റ് കളറായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് നന്നായിട്ട് ക്രീമി ആയിട്ട് വരും. ഇതൊരിക്കലും സ്റ്റിഫ് പീക്സ് ആയിട്ടൊന്നും വരില്ല കേട്ടോ, നമ്മുടെ ക്രീം പോലെ സ്റ്റിഫ് പീക്സ് ആയിട്ടൊന്നും നമുക്ക് കിട്ടില്ല. അപ്പോൾ നന്നായി ബീറ്റ് ചെയ്തിട്ട് ബീറ്റർ ബ്ലേഡ് വെച്ചിട്ടാണ് നമ്മളിതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് റെഡി ആയിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടി ബീറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ 4 മിനിറ്റിനടുത്തേ ആയിട്ടുള്ളൂ കേട്ടോ ബീറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബീറ്റർ ബ്ലേഡ് വെച്ചിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് റിബൺ പോലെ, അതായത് ജസ്റ്റ് ഫോൾഡ് ചെയ്ത് വീഴും. നമ്മുടെ കേക്ക് ബാറ്ററൊക്കെ ഒഴിക്കുമ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവുമല്ലോ, ഫോൾഡ് ചെയ്യുന്ന രീതി ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് വീണ്ടും ബീറ്റ് ചെയ്യരുത്. ഓവർ ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാഷ് മെലോസ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ കഴിയില്ല. ഇതൊക്കെ ഇതിൽ അകത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത് നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2 ഫ്ലേവറിലായിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഒരു ഫ്ലേവറിൽ വേണമെങ്കിൽ ഒരു ഫ്ലേവറിൽ മാത്രം ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു ഇത്തിരി ഭാഗം ഇതിനകത്ത് മാറ്റി വേറൊരു ബൗളിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ്. ബാക്കിയുള്ളതിനകത്താണ് ഞാൻ വാനില എസൻസ് ആഡ് ചെയ്തിട്ടുള്ളത്. ഫ്ലേവറൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് ഫ്ലേവർ വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുള്ള ആ ഒരു പോർഷൻ നമുക്ക് ഇതിനകത്തോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് വേണമെങ്കിൽ വാനില എസൻസോ വേറെ ഏതെങ്കിലും ഫ്ലേവറോ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്തിട്ട് ഇതുപോലെ ബൗളിനകത്ത് ചേർത്ത് സെറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ 2 ഫ്ലേവർ ആകുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് ആയതുകൊണ്ടായിരുന്നു ഞാനിപ്പോൾ ഇതുപോലെ ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് ടാപ്പ് ചെയ്തിട്ട് എയർ ബബിൾസ് ഒക്കെ നന്നായിട്ട് കളഞ്ഞെടുക്കുക. എന്നിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമ്മൾ ഇതിൽ നിന്ന് ബാക്കി വെച്ചിട്ടുള്ള ഒരു മിക്സിനകത്തോട്ടേക്ക് നമ്മുടെ കയ്യിൽ നാട്ടിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന എസൻസ് ഉണ്ടല്ലോ, സ്ട്രോബെറി എസൻസ്. അപ്പോൾ അതാണെങ്കിൽ നമുക്ക് കളർ പ്രത്യേകം ചേർക്കേണ്ട ആവശ്യമില്ല, സാധാരണ കളറാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതിന് പകരം സ്ട്രോബെറിയുടെ എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ലൊരു ഫ്ലേവറുമായി ആ സ്ട്രോബെറിയുടെ ആ ഒരു ലൈറ്റ് ഷെയ്ഡ് കളറും കിട്ടും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യുക, കൂടുതൽ ബീറ്റ് ചെയ്യരുത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എസൻസ് ഒക്കെ ചേർക്കുമ്പോൾ ഒരു ഇത്തിരി മിനിറ്റ് മാത്രം ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്നുകൂടി ടാപ്പ് ചെയ്യുക. നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്തത് എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ സ്റ്റിക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുത്താൽ മാത്രം മതി. നന്നായി എയർ ബബിൾസ് കളഞ്ഞതിന് ശേഷം നമ്മളിപ്പോൾ സ്ട്രോബെറിയുടെ ആ ഒരു കോട്ടിങ്ങാണ് ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനൊരു ഇത്തിരി ഭാഗത്തിനകത്തോട്ടേക്ക് മാത്രമാണ് ആ ഒരു സ്ട്രോബെറി ഫ്ലേവർ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ബാക്കി താഴെ മുഴുവനായിട്ടുള്ളത് വാനില ഫ്ലേവേർഡാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, മുകളിലൊരു ടോപ്പിംഗ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ടാപ്പ് ചെയ്തിട്ട് എയർ ബബിൾസ് ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഞാൻ ജസ്റ്റ് സ്റ്റിക്ക് വെച്ചിട്ടൊന്ന് കുത്തി കളഞ്ഞിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ടാപ്പ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒരു 4 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. കറക്റ്റ് ഒരു 4 മണിക്കൂർ വെച്ചാൽ മതി, ഫ്രിഡ്ജിനകത്തൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ കുറച്ചൊന്ന് സെറ്റ് ആകുമ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമ്മുടെ ആ ഒരു ഫ്ലോർ ഉണ്ടല്ലോ, അത് കുറച്ചൊന്ന് തൂക്കി കൊടുക്കുക. ഒരു 3 മണിക്കൂർ കഴിയുമ്പോൾ ആ ഫ്ലോർ ഒന്ന് തൂക്കി കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് കറക്റ്റ് ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു 3 മണിക്കൂറായപ്പോൾ നമ്മുടെ കോൺഫ്ലോറും ഷുഗറും കൂടിയുള്ള ആ ഒരു മിക്സ് ഞാൻ ഇതിൻ്റെ മുകൾ ഭാഗത്ത് തൂക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് കൈ വെച്ചിട്ടൊന്ന് ടച്ച് ചെയ്ത് നോക്കുക. ഒട്ടും കയ്യിൽ ഒട്ടിപ്പിടിക്കാതെ നല്ല സോഫ്റ്റ് സ്പോഞ്ചി ടെക്സ്ചറിലോട്ടേക്ക് ഇത് മാറിയിട്ടുണ്ടാകും. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു അരമണിക്കൂറൊക്കെ, അതായത് ജസ്റ്റ് ഉപയോഗിക്കുന്നതിന് മുന്നേ, കട്ട് ചെയ്യുന്നതിന് മുന്നേ ഫ്രിഡ്ജിനകത്ത് വെക്കുകയാണെങ്കിൽ ഒന്നുകൂടി എളുപ്പത്തിൽ ഇതിനകത്ത് നിന്ന് റിമൂവ് ചെയ്യാൻ കഴിയും. ഞാനിപ്പോൾ ഫ്രിഡ്ജിനകത്തൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ ജസ്റ്റ് പ്ലാസ്റ്റിക് ബൗളിനകത്ത് ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് റിമൂവ് ചെയ്യാം.
ചെയ്യാം. കണ്ടില്ലേ, പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് ഇതിനകത്ത് നിന്ന് എടുത്ത് മാറ്റാൻ കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും ഉണ്ടാകുക. അപ്പോൾ ഇത് നമ്മൾ റിമൂവ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഫ്ലോർ കുറച്ചൊന്ന് വെതറി കൊടുക്കുക. ആ ഫ്ലോറിനകത്തോട്ടേക്കാണ് നമ്മുടെ ആ ഒരു താഴെ ഭാഗം അതിനകത്തോട്ടേക്ക് വരുന്ന രീതിയിൽ വേണം നമ്മൾ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കണം. ഈ ഫ്ലോറിൽ നന്നായി കോട്ട് ചെയ്തിട്ടാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോഴാണ് ഇതൊരു പെർഫെക്റ്റ് ടെക്സ്ചറിൽ നല്ല രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ കഴിയുക. അപ്പോൾ ഈ സൈഡ് ഭാഗത്തൊക്കെ നമ്മുടെ ആ കോൺഫ്ലോറും പഞ്ചസാരയും പൊടിച്ചതും കൂടിയുള്ള ആ ഒരു മിക്സ് ഞാൻ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും നല്ല സോഫ്റ്റാണ്. കണ്ടില്ലേ, ഞാൻ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് നല്ല സ്പോഞ്ചി ടെക്സ്ചറിലാണുള്ളത്. ഇനി നമ്മൾ മുറിക്കുന്ന കത്തിക്കകത്തും ജസ്റ്റ് ഫ്ലോർ ഒന്ന് തൂക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ സ്ക്വയർ ഷേപ്പിലാണ് സാധാരണ ഇത് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഇതുപോലെ പ്രസ് ചെയ്ത്, കണ്ടില്ലേ, കത്തി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് മാറ്റുമ്പോഴത്തേക്കും നല്ല രീതിയിൽ ഇതുപോലെ മുറിച്ചെടുക്കാം. അപ്പോൾ കണ്ടില്ലേ, ഒരു പീസ് ഞാൻ കട്ട് ചെയ്തതാണ്. അപ്പോൾ നല്ല നമുക്ക് ശരിക്കും നല്ല രീതിയിൽ കയ്യിൽ വെച്ചിട്ട് ഫോൾഡ് ചെയ്യുന്ന രീതിയിലോട്ടേക്ക് അത്രയധികം പെർഫെക്റ്റായിട്ട് കയ്യിൽ ഒട്ടും ഒട്ടിപ്പിടിക്കാതെ ഇതുപോലെ ചെയ്തെടുക്കാം. ഓരോ സ്റ്റെപ്പും കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ കത്തി വെച്ചിട്ട് ഇതുപോലെ നമുക്ക് സ്ക്വയർ ഷേപ്പിൽ മുറിച്ചെടുക്കാം. ശരിക്കും ആ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പാക്കറ്റ്സിനകത്തൊക്കെ കാണുന്ന അതേ ടെക്സ്ചറിലോട്ടേക്ക് നമുക്ക് മുറിച്ച് റെഡിയാക്കി എടുക്കാവുന്നതാണ്. മുഴുവൻ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ മുകൾ ഭാഗത്തും ജസ്റ്റ് ഫ്ലോർ ഒന്ന് തൂക്കി കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഒന്നങ്ങ് കോട്ട് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ആ ഫ്ലോറൊക്കെ കളഞ്ഞിട്ട്, കണ്ടില്ലേ, ഞാനൊന്ന് ക്ലീൻ ആക്കിയിട്ട് ഒന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം കോട്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് ആ ഫ്ലോറൊക്കെ മാറ്റുക. നല്ല സൂപ്പർ സോഫ്റ്റ് സ്പോഞ്ചി ടെക്സ്ചറിലാണ് ഇത് റെഡി ആയിട്ടുള്ളത്. എങ്ങനെയാണോ പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിക്കുന്ന അതേ ടേസ്റ്റുമാണ് ഇതിന്, അതുപോലെ തന്നെ അതേ ടെക്സ്ചറിലുമാണ്. അപ്പോൾ കുറേ പേര് പറഞ്ഞിട്ടുണ്ട് ഇത് തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇത് ഭയങ്കരമായിട്ട് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന ഒരു ടെക്സ്ചർ, ഇതുപോലെ മുറിച്ചെടുക്കാൻ കഴിയുന്നില്ല. അതിനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ അളവിൽ വരുന്ന മാറ്റവും അതുപോലെ തന്നെ നമ്മൾ ഓവറായിട്ട് ബീറ്റ് ചെയ്യുകയോ അതല്ലെങ്കിൽ ഓവറായിട്ട് ഷുഗർ സിറപ്പ് ഫ്ലെയിം കൂട്ടിയിട്ടിട്ടൊക്കെ ചെയ്യുമ്പോഴാണ് ഇത് നമുക്ക് പെർഫെക്റ്റായിട്ട് കിട്ടാത്തത്. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെയും ML-ലുള്ള മെഷർമെൻറ്റ്സും അതുപോലെ ഗ്രാമിലുള്ള മെഷർമെൻറ്റ്സൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കാം. അതൊക്കെ ഫോളോ ചെയ്തിട്ട് നിങ്ങൾ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ ശരിക്കും ഈ ഒരു 3 ചേരുവകൾ വെച്ചിട്ട് ശരിക്കും സൂപ്പർ മാർക്കറ്റിൽ നിന്ന് നമ്മൾ നല്ല വില കൊടുത്ത് വാങ്ങിക്കുന്ന മാഷ്മെലോസ് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ജെലറ്റിൻ ആയതൊക്കെ കൊണ്ട് തന്നെ വല്ലപ്പോഴൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ലൊരു വെറൈറ്റി ഡിഷ് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.